ജമ്മു കാശ്മീരിൽ ശ്രീനഗറിനടുത്ത് പഹൽഗാമിൽ ഇന്നലെ ഭീകരരുടെ ആക്രമണം ഉണ്ടായി. കാശ്മീർ ശാന്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഭീകരാക്രമണത്തിന് മോചിതരായി നമ്മൾ വരുന്ന ഒരു സന്ദർഭം തന്നെയായിരുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാശ്മീരിലേക്ക് പോകുന്നു. പ്രകൃതി രമണീയമായ കാശ്മീർ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് ഏകദേശം ജമ്മുവിൽ നിന്ന് 100 കിലോമീറ്റർ അകലാണ് പഹൽഗാം. ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൊന്നാണ്. ധാരാളം വിദേശികൾ വരുന്ന സ്ഥലമാണ്. ഇന്ത്യക്കാരുമുണ്ട്, മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. നമ്മുടെ 3 ജഡ്ജിമാർ ഇപ്പോൾ അവിടെയുണ്ട്. അവർ സുരക്ഷിതരായിട്ട് കേരളത്തിലെ 3 ജഡ്ജിമാരും കുടുംബവും ഈ പഹൽഗാമിലുണ്ടായിരുന്നു. അവർ ഇന്നലത്തെ വെടിവെപ്പിൻ്റെ തലേ ദിവസം അവർ ജമ്മുവിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. അവർ സുരക്ഷിതരാണ്. അത് തന്നെയല്ല, അവിടെ ഏകദേശം ആ വെടിവെപ്പിൽ 6 ഭീകരരാണ് വെടിവെച്ചത്. ടൂറിസ്റ്റുകളുടെ നേരെയാണ് വെടിയുതിർത്ത്. സാധാരണഗതിയിൽ ടൂറിസ്റ്റുകളെ ഇതുവരെ ആക്രമിക്കാറില്ല. ഇപ്പം വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന കാശ്മീരിന് പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം ജമ്മു കാശ്മീരിലും പാകിസ്ഥാനിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ വെടിവെപ്പ് ഉണ്ടായത്. തന്നെയുമല്ല, നമ്മൾ ലഷ്കർ ഇ തോയ്ബയുടെ അവിടുന്ന് ട്രെയിനിങ് കിട്ടിയ ഒരാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. അയാളുടെ സുഹൃത്ത് റാണ, അയാളെ നമ്മൾ ഇന്ത്യക്ക് വിട്ടു തന്നു. നമ്മുടെ കസ്റ്റഡിയിലാണ്. 18 ദിവസം NIA കസ്റ്റഡി തന്നെയുണ്ട്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഈ വെടിവെപ്പ്. ഏകദേശം 32 പേരോളം മരിച്ചിരിക്കുന്നു എന്ന 26 പേരുടെ മൃതദേഹം അവിടെ അമിത്ഷാ എത്തി മൃതദേഹത്തിന് എല്ലാ റീത്തുകളും അർപ്പിച്ച ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് 3 പ്ലെയിനിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. കേരളത്തിലെ ഒരു മലയാളി എറണാകുളത്തെ രാമേന്ദ്രൻ കുടുംബസമേതം ഭാര്യയും മകളുടെ 2 കൊച്ചുങ്ങളുമായിട്ട് അവിടെ പോയതാണ്. അവിടെ രാമേന്ദ്രന് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ഹൈദരാബാദുണ്ട്, അവിടുന്ന് ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം. 11:30 പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പരിക്കേറ്റവർ 13 പേരിൽ ഒരാൾ ആന്ധ്രാക്കാരൻ ഇപ്പം മരിച്ചിരിക്കുന്നു. എങ്കിലും 26 പേര് ഡെഡ് ബോഡി ഓരോ സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ടെങ്കിലും 32 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വരുന്ന വാർത്തകൾ. പഹൽഗാമിലെ ടൂറിസ്റ്റുകളുടെ നേരിലെ രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത 2 വീലറിലാണ് 6 പേര് വന്ന് വെടിയുതിർത്ത് ടൂറിസ്റ്റുകളുടെ നേരെ വെടിയുതിർത്ത് കൊന്നത്. 2 വിദേശികളും ഇസ്രായേലുകാരിയും ഒരു സ്പെയിൻകാരിയും 2 വിദേശികളും കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ ആക്രമണം? ലഷ്കർ ഇ തോയ്ബയുടെ ആ പ്രവർത്തന മേഖല ISIയും ചേർന്നുള്ള പ്രവർത്തനം തന്നെയാണ് ഈ വെടിവെപ്പിൻ്റെ പിന്നിൽ നിന്ന് ഇന്ത്യയെ കണ്ടെത്തിയിട്ടുണ്ട്, ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ പാകിസ്ഥാനിലെ 1985-86 കാലത്ത് ഉണ്ടായ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. അവരുടെ ആഗ്രഹം കാശ്മീർ മുഴുവൻ പാകിസ്ഥാൻ്റെ ഭാഗമാക്കണം. ബിൻ ലാദനായിരുന്നു തുടക്കത്തിൽ അതിൻ്റെ ഫണ്ടിങ്. ഇപ്പോൾ എവിടുന്ന് ഫണ്ടിങ് വരുന്നതെന്ന് അറിയില്ല. പാകിസ്ഥാനിലെ ISIയും കൂടെ, പാകിസ്ഥാൻ ഗവൺമെൻറ് ISIയും ചേർന്ന് ലഷ്കർ ഇ തോയ്ബയും ചേർന്നാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് ഇന്ത്യക്ക് അറിയാം. പാകിസ്ഥാൻ ഇപ്പം കൈ കഴുകി പ്രസ്താവന വന്നിട്ടുണ്ട്. അതേസമയത്ത് പാകിസ്ഥാൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഏകദേശം 55-60% നമ്മുടെ കൈവശത്താണ്. അത് പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമയത്ത് അവിടുത്തെ രാജാവ് ആ രാജ്യം കാശ്മീർ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ്, എങ്കിലും അന്ന് പാകിസ്ഥാനിലെ ചില തീവ്രവാദികളും പാകിസ്ഥാൻകാരും ചിലരും കാശ്മീരിൻ്റെ കുറേ ഭാഗം അവരുടെ കൈവശപ്പെടുത്തി. ഏകദേശം 30-35% കാശ്മീരിൻ്റെ വടക്കറ്റം പാകിസ്ഥാൻ്റെ കൺട്രോളിലാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു സോവറിനാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുമെങ്കിലും പാകിസ്ഥാൻ്റെ കൈകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒരു സ്വതന്ത്ര പ്രദേശമാണ് ആ സ്ഥലം. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ആസാദ് കാശ്മീർ. അത് ഒരു സ്വതന്ത്രമായ ഒരു രാജ്യം പോലെ നിൽക്കുകയാണ് എന്ന് പറയുന്നെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇന്ത്യക്കെതിരാണ്. അവിടെ ലഷ്കർ ഇ തോയ്ബ
യുടെ കൺട്രോളിൽ തന്നെയാണ് ആ പ്രദേശത്ത്. അതിന് പാകിസ്ഥാൻ്റെ ISIയുടെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒത്താശകളും ഉണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് സെൻറ്റർ പാകിസ്ഥാനിൽ തന്നെ കറാച്ചിക്കടുത്താണ്. അവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യക്കെതിരായി പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ അവിടെ ആക്രമണം നടത്തി. നേരത്തെ 2000 നമ്മുടെ റെഡ് ഫോർട്ടിൽ വന്നൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചതും ലഷ്കർ ഇ തോയ്ബയാണ്. പാർലമെൻറ്റ് ആക്രമണത്തിൽ ഫൈനാൻസ് ചെയ്ത ഒരാളെ ഇന്ത്യ തൂക്കിക്കൊന്നിട്ടുണ്ട്. 2005 ഡൽഹിയിലും ബോംബെയിലുള്ള ആക്രമണങ്ങൾ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഭീകരാക്രമണം. 2008 ബോംബെയിൽ ഏറ്റവും വലിയ അറ്റാക്ക് നടന്നു, നവംബർ 26 അതും ലഷ്കർ ഇ തോയ്ബ തന്നെ, ISI അതിൻ്റെ ഭാഗമാണ്. അതുപോലെ പൂനെയിൽ 2010 അക്രമവും അതും ISIയും ലഷ്കർ ഇ തോയ്ബയും ചേർന്നതാണ്. എന്തായാലും പൊതുവേ പാകിസ്ഥാനിലായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീവ്ര ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, അതിനകത്ത് അൽ ഖയ്ദയുണ്ട്, ഇന്ത്യൻ മുജാഹിദീനുണ്ട്, അതേസമയത്ത് ഹർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമുണ്ട്, ജയ്ഷെ ഇ മുഹമ്മദുണ്ട്, ഇഷ്ബുൽ മുജാഹിദീനുണ്ട്. അങ്ങനെ പല ഭീകര സംഘടനകളും ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ ഇന്ത്യക്കെതിരായിട്ട് മാത്രമല്ല, ഈ ഭീകര സംഘടനകളൊക്കെ ഇന്ത്യയുടെ ഒപ്പം അമേരിക്കയ്ക്കെതിരാണ്, ഇസ്രായേലിനെതിരാണ്, സോവിയറ്റ് യൂണിയനെതിരാണ്, അഫ്ഗാനിസ്ഥാനിനും എതിരാണ്. അപ്പം കൊച്ചിയിലെ നിന്ന് വേറെ ചില ഗ്രൂപ്പുകളും അവിടുന്ന് ഒരു ഹരിയാനക്കാരനായ ഒരു നേവിക്കാരൻ മധുവിധു ആഘോഷിക്കാൻ 16 കല്യാണം കഴിഞ്ഞ ആളാണ്. അയാളും ഭാര്യ അവിടെ പോയിരുന്നു. അതിൽ അയാൾക്ക് വെടിയേറ്റ് 26 വയസ്സുള്ള ആ ഹരിയാനക്കാരൻ വെടിയേറ്റ് മരിച്ചു. ബിനു നർവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട്. ഈ ആക്രമണത്തിൽ 6 പേരാണ് പങ്കെടുത്തതെന്നും അവർ 2 വീലർ രജിസ്ട്രേഷൻ ഇല്ലാത്ത 2 വീലറിലാണ് വന്നതെന്നും അതിലൊരു 2 വീലർ ഇന്ത്യൻ പട്ടാളം NIA ഇപ്പം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായിട്ടുള്ളൊരു നീക്കം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇന്ത്യ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി ഉയരുന്നത് പല രാജ്യങ്ങൾക്ക് ഇഷ്ടമില്ല, പാകിസ്ഥാൻ ഒട്ടുമില്ല. ആ തീവ്ര തങ്ങൾക്കൊക്കെ എതിർപ്പാണ്. ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളരും. ഇപ്പോൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. സൈനികമായി ലോകത്തിലെ ഏത് രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന സ്ട്രെങ്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ UAEയിൽ സന്ദർശനം, 2 ദിവസത്തെ സന്ദർശനം 1 ദിവസം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അതുപോലെ ആഭ്യന്തര വകുപ്പ് അമിത്ഷാ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് രാത്രി തന്നെ എത്താൻ പറഞ്ഞ് അദ്ദേഹം രാത്രി തന്നെ അവിടെ എത്തിയ കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യയിലെ നേർക്കുള്ള ഒരു ആക്രമണം തന്നെയാണ്. അത് വകവെച്ച് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അത് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് ആ 2 ദിവസം സന്ദർശനം 1 ദിവസമാക്കി UAE നിന്ന് മടങ്ങിയെത്തിയതും. അമിത്ഷാ ഇപ്പം കാശ്മീരിൽ നിൽക്കുന്നു. അജിത് ഡോയലിൻ്റെ ഇന്ത്യയുടെ ബ്രെയിൻ ടീമുകളെല്ലാം ഒത്തിറങ്ങിയിട്ടുണ്ട്. അജിത് ഡോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ആക്രമണം ഉണ്ടാവും. പാകിസ്ഥാൻ അത് അറിയാം, ISIക്കും അറിയാം, ലഷ്കർ ഇ തോയ്ബയ്ക്കും അറിയാം. ലഷ്കർ ഇ തോയ്ബയുടെ ഇപ്പോഴത്തെ അക്രമത്തിൻ്റെ പിന്നിൽ സൈഫുള്ള മസൂരി എന്ന തീവ്രവാദി തന്നെയാണ്. അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ കീഴിലുള്ള ആ ഏരിയയിലുള്ള ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് ഇന്ത്യക്ക് മനസ്സിലായി, NIAക്ക് മനസ്സിലായി. അയാളെ തെരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ ആസാദ് കാശ്മീരിലെ ആ ഇന്ത്യയായിട്ട് ബോർഡർ ഇടുന്ന ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ ഒഴിയാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ അടിയന്തരമായിട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇന്ത്യ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെക്ക് വശത്തുണ്ടായിരുന്ന എയർപോർട്ടിലുള്ള മുഴുവൻ അവരുടെ എയർഫോഴ്സ് ഫ്ലൈറ്റുകളും അവിടുന്ന് മാറ്റി വടക്കത്തെ അവരുടെ മേഖലയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അവർക്കറിയാം ഇന്ത്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യയെ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാം. നേരത്തെ തിരിച്ചടിച്ച അനുഭവങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അടിയന്തരമായി ഇന്ത്യയുടെ ബ്രെയിൻ ടീം ഒന്നിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞു, അമിത്ഷായായിട്ടും അതുപോലെ അജിത് ഡോയലും ഇന്ത്യയുടെ അതുപോലെയുള്ള എക്സ്പെർട്ടുകൾ NIA അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെ കൊടുത്തേ പറ്റുള്ളൂ ഇന്ത്യക്ക്. അത് ഇന്ത്യയുടെ ജനങ്ങളെ ഭീതി ഉണർത്തുന്നതും ഇന്ത്യയുടെ 32 പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു.
കാശ്മീർ ഇപ്പം വളരെ പീസ്ഫുൾ ഏരിയയാണ്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണെന്ന് വിചാരിച്ച് പല വിദേശികളും ഇപ്പം വന്നു തുടങ്ങി. ഇന്ത്യക്കാർ മുഴുവൻ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. മലയാളികൾ ധാരാളം പേരവിടെ പോകുന്നുണ്ട്. അവർക്ക് സുരക്ഷിതത്വമില്ല എന്ന് വന്നാൽ തീർച്ചയായിട്ടും കാശ്മീരിലേക്കുള്ള ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ പ്രവാഹം അത് നിലയ്ക്കും. അത് ആ സംസ്ഥാനത്തിന് വലിയ നാശനഷ്ടം ഉണ്ടാവും. അത് തന്നെ ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന നമ്മൾ കണ്ടു. ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ നീക്കത്തിന് അതിശക്തമായി പ്രതിരോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് അല്ലെങ്കിൽ കാശ്മീർ ബോർഡറിൽ നിന്നാണ് ഈ ആക്രമണം വന്നതെന്ന് കഴിഞ്ഞാൽ ആ ഏരിയ നിശ്ചലമാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സംവിധാനം ഇന്ത്യ ഒരുക്കിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അവിടെയുള്ള ഭീകരരെ തുടച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് പോകും. 4-6 ഭീകരരിൽ 2 പേരെ വധിച്ചു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ആ ഭീകരരെ തീർച്ചയായിട്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആ ഏരിയ മുഴുവൻ ചുട്ട് ചാമ്പലാക്കും ഇന്ത്യ, അതിന് യാതൊരു സംശയമില്ല. ഏതായാലും പാകിസ്ഥാനെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് നിഷേധിച്ച് കൈയൊഴിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇന്ത്യക്കാരുടെ ജീവനെടുത്തതിന് പകരം ചോദിക്കാതിരിക്കില്ല. അതിനുള്ള സംവിധാനത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതമായി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ വളരെ വിജിലൻ്റായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ധാരാളം ആൾക്കാർ അങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ ഇപ്പം കാശ്മീർ വളരെ സ്വതന്ത്രമായ ഒരു ഏരിയയാണ്. അവിടെ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ ആൾക്കാർ ധാരാളം ടൂറിസ്റ്റുകൾ ഈ വെക്കേഷൻ കാലത്ത് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിലെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ചീഫ് ഹഫീസ് സയ്യിദാണ്. അയാളുടെ അടുത്ത റാങ്കുകാരനാണ് സഫർ ഇക്ബാൽ ഷെഖവാസ്. 3-ാം സ്ഥാനക്കാരന് അബ്ദുള്ള യൂസഫ് ആസാം. 4-ാം സ്ഥാനക്കാരനാണ് സൈഫുള്ള മസൂറി. അയാൾ അവരുടെ ഡെപ്യൂട്ടി പദം വരെ ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ തീവ്രവാദി ആയ വ്യക്തിയാണ്. ഇന്ത്യക്കെതിരായ ശക്തമായ നീക്കം നടത്തുന്ന വ്യക്തിയാണ്. അയാളെ തീർച്ചയായിട്ടും ഇന്ത്യ പിടിക്കും. അയാളുടെ ഇന്ത്യക്കാരോട് ഇപ്പം ചെയ്ത പ്രവൃത്തിക്ക് റിട്ടാലിയേഷൻ ഉണ്ടാവും. അയാൾ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ കാശ്മീരിലോ എവിടെ ഒളിച്ചാലും ശരി ഇന്ത്യ അയാളെ കണ്ടെത്തും, അയാളെ നശിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.